പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. പലപ്പോഴും നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവാം, കുട്ടികളുടെ അശ്ലീല ദൃശ്യം പ്രചരിപ്പിച്ച ആളുകളെയും അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചവരെയുമൊക്കെ പോലീസ് വ്യാപകമായി റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് എന്ന വാർത്ത വായിക്കാറുണ്ട്. അർദ്ധരാത്രിയിലൊക്കെ പോലീസ് ഇങ്ങനെയുള്ള റെയ്ഡ് നടത്തി പിടിച്ചിട്ടുണ്ട്. പലരുടെയും കൈവശം സൂക്ഷിച്ചതും പലരും ഇത്തരം ദൃശ്യങ്ങൾ ഷെയർ ചെയ്തതുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തി കൊണ്ടുവരുമ്പോൾ കോടതിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ അശ്ലീല ദൃശ്യത്തിൽ അഭിനയിച്ച കുട്ടി 18 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്, ഇത് ചെറിയ കുട്ടിയൊന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കോടതിയിൽ ഇത്തരം വാദമുഖങ്ങൾ നിരവധി ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു ശരിയായ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതനുസരിച്ച് ഹൈക്കോടതി പറയുന്നത്, കുട്ടിയുടെ പ്രായം കാഴ്ചയിൽ തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ, കുട്ടിയാണ് എങ്കിൽ ആ തരത്തിൽ തന്നെ കോടതിക്ക് കേസിൻ്റെ തീരുമാനത്തിലേക്ക് പോകാം എന്നുള്ളതാണ്. കോടതിക്ക് തോന്നുകയാണ്, കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ദൃശ്യങ്ങൾ, ആ ദൃശ്യത്തിൽ കാണുന്നത് ഒരു കുട്ടിയാണ് എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് കുട്ടി തന്നെയാണ് എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ കോടതിക്ക് ഒറ്റ നോട്ടത്തിൽ അതല്ലെങ്കിൽ ഈ അശ്ലീല ദൃശ്യം സമർപ്പിക്കപ്പെട്ട അശ്ലീല ദൃശ്യം കാണുമ്പോൾ അതിൽ ഇത് കുട്ടിയൊന്നുമല്ല, ഇത് പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് ഇല്ലെങ്കിൽ ആൺകുട്ടിയാണ് എന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ കോടതി എന്നല്ല, ഏത് കോടതിക്കും, നിലവിലുള്ള കോടതിക്കും അങ്ങനെ തന്നെ തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. എന്നാൽ ഒരു സംശയം വരുന്നു, 18 ആയോ എന്ന് സംശയം വരികയാണെങ്കിൽ അത് സംബന്ധിച്ച് ഒരു എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ എടുക്കാം എന്നുള്ളതാണ് കോടതിയിലെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ നിലയിൽ ഇത് ദോഷമായി വരുമോ ഗുണമായി വരുമോ എന്നുള്ളത് ഇത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും. അശ്ലീല ദൃശ്യം കാണുന്നവർക്ക് അറിയാം ഇത് കുട്ടി രൂപത്തിൽ തന്നെ അതൊരു കൊച്ചു കുട്ടിയാണ് എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് പിടിവീഴും. തോന്നലിൽ ഒരു കുട്ടിയാണ്, എന്നാൽ യഥാർത്ഥത്തിൽ പ്രായം കൂടുതലാണ് എന്ന വാദമൊന്നും വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഏതെങ്കിലും വിദേശത്തൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത ഈ ഫിലിമായിരിക്കും, പോർണോഗ്രഫി ഫിലിമായിരിക്കും നിങ്ങൾ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിദേശത്ത് ഈ കുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിൽ ഏജ് പ്രൂഫോ എന്നും കൊണ്ടുവന്ന് കേരളത്തിലൊരു കോടതിയിൽ സമർപ്പിക്കാനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ കാഴ്ചയിൽ ഒരു കുട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ നിങ്ങൾ ദയവായി പകർത്തുകയോ ഷെയർ ചെയ്യുകയോ ഫോണിൽ സൂക്ഷിക്കുകയോ ചെയ്യാതിരിക്കുക. കാണുന്നത് പോലും കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കാതെ പോകരുത്. അതുമൊക്കെ ഇടയ്ക്ക് പോലീസിൻ്റെ സൈബർ വിങ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് സൈബർ വിങ് അത് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും വന്നിട്ടുള്ള വാർത്തകളിൽ കാണിക്കുന്നത്. അത് ശരിയാണ് താനും. കാരണം തുടർന്ന് വ്യാപകമായ ഒരു റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മനസ്സിലാക്കി അത്തരം ആളുകളെ കയ്യോടെ പിടിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നും മൊബൈലാണെങ്കിൽ മൊബൈൽ, കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ആണെങ്കിൽ അത് ഒക്കെ തന്നെയും പോലീസ് കസ്റ്റഡിയിലെടുക്കും. ആ എവിഡൻസ് വെച്ചിട്ടാണ് അവർക്കെതിരെ കോടതിയിൽ കേസ് നൽകുന്നത്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഞാൻ കണ്ടത് പെൺകുട്ടിയൊന്നുമല്ല, ഇല്ലെങ്കിൽ പ്രായം കുറഞ്ഞ പെൺകുട്ടിയുടേതൊന്നുമല്ല, പ്രായം കൂടുതലുള്ള കുട്ടി തന്നെയാണ് എന്ന് വാദിച്ചാലൊന്നും ഇനി വലുതായിട്ട് നിൽക്കില്ല. കാരണം ആ ദൃശ്യത്തിൽ കാണുന്നതിൻ്റെ അനുമാനത്തിൽ അത് കുട്ടിയാണ് എന്ന ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കെതിരായി ഉള്ള തെളിവായി തന്നെ മാറും എന്ന് മനസ്സിലാക്കുക. ഈ വിവരം പങ്കുവെക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ എപ്പിസോഡ്. ഇത്തരം കോടതി വിധികൾ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ചാനലാണ് A+ ഗ്രൂപ്പ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.